ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു. പറശ്ശിനിക്കടവ് ശ്രീ മുത്തപ്പൻ ക്ഷേത്രത്തെക്കുറിച്ച് അറിയാം. ഉത്തര കേരളത്തിൽ കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ് താലൂക്കിൽ ആന്തൂർ നഗരസഭയിലെ പറശ്ശിനിക്കടവിൽ വളപട്ടണം നദിക്കരയിലാണ് തീയ ഊരായ്മയായുള്ള ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. തിരുവപ്പൻ അല്ലെങ്കിൽ വലിയ മുത്തപ്പൻ എന്ന പേരിൽ മഹാവിഷ്ണുവും വെള്ളാട്ടം അഥവാ ചെറിയ മുത്തപ്പൻ എന്ന പേരിൽ പരമശിവനെയും ഇവിടെ തെയ്യം കെട്ടിയാടുന്നു. തങ്ങളുടെ പ്രശ്നങ്ങൾക്ക് മുത്തപ്പന്റെ തെയ്യക്കോലത്തിനോട് നേരിട്ട് പറഞ്ഞ് ആശ്വാസം തേടാം എന്ന വിശ്വാസമാണ് ഭക്തരെ ഇവിടേക്ക് ആകർഷിക്കുന്നത്. കണ്ണൂർ ജില്ലാ ആസ്ഥാനത്തിന് 16 കിലോമീറ്റർ വടക്കായാണ് പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. മറ്റ് തെയ്യക്കോലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി പറശ്ശിനിക്കടവ് ക്ഷേത്രത്തിൽ വർഷത്തിൽ എല്ലാ ദിവസവും തെയ്യം കെട്ടിയാടുന്നു. ഉത്തര കേരളത്തിലെ ഹൈന്ദവരുടെ പ്രധാന ആരാധന മൂർത്തികളിലൊരാളാണ് ശ്രീ മുത്തപ്പൻ. ഇപ്പോൾ കേരളത്തിന്റെ വിവിധ ഭാഗത്തു നിന്നും ഭക്തർ ഇവിടേക്ക് വരാറുണ്ട്. ഐതിഹ്യമനുസരിച്ച് കണ്ണൂർ ജില്ലയിലെ തന്നെ ഏഴുവശി എന്ന ഗ്രാമത്തിലെ അയ്യങ്കര ഇല്ലത്ത് അഞ്ചന മനയ്ക്കൽ ആണ് മുത്തപ്പന്റെ ബാല്യകാലം. അവിടുത്തെ തികഞ്ഞ ഈ ശിവഭക്തയായ പാടിക്കുറ്റി അമ്മയ്ക്കും അയ്യങ്കര വാഴുന്നോർക്കും മക്കളില്ലാത്ത ദുഃഖം കൊണ്ട് വഴിപാടുകൾ പലതും നടത്തി പ്രാർത്ഥിച്ചു. ഒടുവിൽ ഒരു ദിവസം തന്റെ പ്രിയ ഭക്തയായ പാടിക്കുറ്റിയമ്മയ്ക്ക് മഹാദേവൻ സ്വപ്നദർശനം നൽകി. പിറ്റേ ദിവസം പാടിക്കുറ്റിയമ്മ കൊട്ടിയൂരിലെ തിരുവഞ്ചിറയിൽ കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശിവാനുഗ്രഹത്താൽ അവിടെ നിന്നൊരു കുഞ്ഞിനെ ലഭിച്ചു. ഒടുവിൽ തന്റെ അവതാരോദ്ദേശം വ്യക്തമാക്കി മുത്തപ്പൻ നാട് നീളെ നടന്നു. ഭക്തർക്ക് അനുഗ്രഹം നൽകുന്നതിന് വേണ്ടി ശിവവിഷ്ണു സങ്കല്പത്തിൽ ഭഗവാൻ മുത്തപ്പനായി മടപ്പുരകളിൽ കുടികൊള്ളുന്നു. ബാല്യം മുതൽക്കു തന്നെ വിചിത്രമായ രീതികളായിരുന്നു മുത്തപ്പന്റേത്. ഇല്ലത്തെ രീതികൾക്കനുസരിച്ചിട്ടുള്ള ജീവിതമായിരുന്നില്ല മുത്തപ്പന്റേത്. സാധാരണക്കാരായ ജനങ്ങൾക്കൊപ്പം കാട്ടുമൃഗങ്ങളെ വേട്ടയാടി പിടിച്ചും മത്സ്യമാംസാദികൾ കഴിച്ചും നടന്നിരുന്ന മുത്തപ്പൻ നാട്ടുകാർക്ക് പ്രിയപ്പെട്ടവനായിരുന്നു. വാഴുന്നോർക്ക് ഇതിലെല്ലാം എതിർപ്പായിരുന്നു എങ്കിലും പുത്രസ്നേഹം കാരണം വാഴുന്നോരും അമ്മയും എല്ലാം പുറത്തു മകനെ സ്നേഹിച്ചു. ഒടുവിൽ നിവർത്തിയില്ലാതെ വന്നപ്പോൾ വീട് വിട്ടിറങ്ങാൻ ആവശ്യപ്പെട്ടു. അപ്പോൾ മുത്തപ്പൻ കാലഭൈരവന്റെ രൂപത്തിലുള്ള തന്റെ ഉഗ്രമായ വിശ്വരൂപം കാട്ടിക്കൊടുക്കുകയും അവതാരോദ്ദേശം വെളിപ്പെടുത്തുകയും ചെയ്തു. ആ കണ്ണുകളിൽ നിന്നുള്ള അഗ്നി കണ്ട് ഭയപ്പെട്ട ആ അമ്മ മകനോട് ഇനി എന്നും പൊയ്ക്കൺ ധരിക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഇന്നും മുത്തപ്പനെ പൊയ്ക്കൺ ധരിച്ചാണ് നമ്മൾക്ക് കാണാൻ സാധിക്കുക. രാവിലെ 5 മണി മുതൽ വൈകുന്നേരം 8 മണി വരെയാണ് മുത്തപ്പൻ കാവിൽ ദർശന സമയം. പകൽ നട അടച്ചിടാറില്ല. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനാണ് മുത്തപ്പൻ കാവിലേക്ക് എത്തിച്ചേരാനുള്ള ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ. കണ്ണൂർ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിൽ നിന്ന് പറശ്ശിനിക്കടവിലേക്ക് എപ്പോഴും ബസ്സും ടാക്സിയും ലഭിക്കും എന്ന സൗകര്യവുമുണ്ട്. ഇത് കണ്ണൂർ പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രത്തിനെ കുറിച്ചുള്ള ഒരു ചെറിയ വിവരണം. സർവം കൃഷ്ണാർപ്പണമസ്തു. നന്ദി.